ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. എല്ലാവരുടെ സ്റ്റാറ്റസും അതുമായി ബന്ധപ്പെട്ട വീഡിയോസുകളും ഓഡിയോകളും പലപ്പോഴും നമ്മൾ കേൾക്കുകയാണ്. അതുപോലെ പല വാക്കുകൾക്കും നമ്മളിപ്പോൾ പണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരെന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരിൽ ആരുടെയെങ്കിലും അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. അവരെ നമ്മൾ ചതിക്കരുത്, വഞ്ചിക്കരുത്, അവരിൽ നിന്ന് മോഷ്ടിക്കരുത്. അങ്ങനെയുള്ള വലിയൊരു ഇതാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത്, സത്യപ്രതിജ്ഞയിലൂടെ ചെയ്യുന്നത്. പക്ഷെ പല വാക്കുകൾക്കും ഇന്ന് വംശനാശം സംഭവിച്ചിരിക്കുകയാണ്. പല വേർഡുകളും പരസ്പരം കരുണ കാണിക്കുക, സ്നേഹിക്കുക, പരസ്പരം നല്ല രീതിയിൽ പെരുമാറുക, പലർക്കും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, അപ്പോൾ എൻ്റെ പ്രകൃതി ഇങ്ങനെയാണെന്നാണ് പലരും പറയാം. എൻ്റെ പ്രകൃതി ഇങ്ങനെ, ഞാൻ കുറച്ച് കണിശക്കാരൻ, ഞാൻ കുറച്ച് വീട്ടിലൊക്കെ കുറച്ച് ഗൗരവക്കാരൻ. അങ്ങനെയല്ല. അങ്ങനെ ഒരാൾക്ക് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു കുറവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു വലിയ പെരുമയായിട്ട് ആളുകൾ പറയാം. പക്ഷേ ഒരു ഹൈബായിട്ട് നമ്മൾക്ക് അതിനെ കാണുക, കുറവായിട്ട് നമ്മൾ ശരിക്കും നല്ല മനുഷ്യന്മാർ കാണുക. അതേപോലെ ആരെയും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കുടുംബത്തിലുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യരുത്. അതുപോലെ നമ്മുടെ രാജ്യത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിലൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അതേപോലെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാൻ, നല്ല പാങ്ങിൽ ഇടപെടാൻ നമുക്കൊരു കുറവുമില്ല. അതിനെക്കൊണ്ട് ഗുണമില്ലാതെ ദോഷമൊന്നും സംഭവിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം. അതുപോലെ പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്ന് പറയുമ്പോഴും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോഴും പല ആളുകളും മാനസികമായി സ്വാതന്ത്ര്യമില്ലാത്തവരാണ്. പല അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളുടെ പിടിയിലാണ് പലരും. പല പൗരോഹിത്യന്മാരും ആളുകളെ വഞ്ചിക്കുന്നത് എങ്ങനെ? അവർ ആ പണ്ഡിതന്മാരുടെ അടിമകളെ പോലെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ. പലരുടെ ഹൃദയം കൊണ്ട് അവരൊന്ന് പറഞ്ഞാൽ അതിന് ശരി, അവരൊന്ന് ചെയ്താൽ അതിനു വേണ്ടി ബാധിക്കുക, അല്ലെങ്കിൽ തൻ്റെ സംഘടന എന്തെങ്കിലും ചെയ്താൽ പിന്നെ നാളെ മുതൽ ഇതുവരെ ഇല്ലല്ലോ മാറ്റിച്ച് അതിനു വേണ്ടി ബാധിക്കുക. അങ്ങനെ ആകരുത്. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ഹൃദയം ഒന്നിനും പണയം വെച്ച് കൊടുക്കരുത്. അവർ പറയുന്നത് മാത്രമാണ് ശരി, ആ സംഘടന പറയുന്ന ആ വ്യക്തി പറയുന്നത് മാത്രം ശരി. അതുപോലെ പല ആളുകളും പല സ്വാമിജിമാരും പല തട്ടിപ്പുകളും കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? പല രീതിയിൽ പല തട്ടിപ്പുകൾ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളത്രക്കും നമ്മളെ ഹൃദയവുമായി ഇത് ബന്ധിച്ചിരിക്കുക. അതുകൊണ്ട് പല തട്ടിപ്പിന് ഇരയാകുന്നത്. എത്ര കണ്ട് നമ്മൾ തട്ടിപ്പിന് ഇരയായാലും നമ്മൾ വീണ്ടും മലയാളികൾ തട്ടിപ്പിന് ഇരയാകാറുണ്ട്. എന്തുകൊണ്ടങ്ങനെ? കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ പഠിക്കുകയും ഒന്നും ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും വിശാലമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ഒരു വ്യക്തിയുടെയോ ഒന്നിൻ്റെയോ നമ്മൾ അടിമകളല്ല, മറിച്ച് നമ്മൾ എല്ലാവരും സ്വതന്ത്രരാണ് എന്ന്